എന്തുകൊണ്ട് ലിയോ 2 വേണം? എന്തുകൊണ്ട് ലിയോ വിജയുടെ ബെസ്റ്റ് ഫെയർവെൽ മൂവി ആകുന്നു? ഇതാണ് ഇന്ന് നമ്മുടെ വിഷയം. അപ്പോൾ ഗോ ടു ദ വീഡിയോ. ഗായ്സ്, അപ്പോൾ നിങ്ങൾക്ക് വേണ്ടി കുറച്ച് ആക്സ്, പാൻസ്, പ്രൊഡക്റ്റൊക്കെ ടാഗ് വെച്ചിട്ടുണ്ട്. വേണമെന്നുള്ളത് നോക്കിയിട്ട് വരൂ. ലിയോ 2 എന്തുകൊണ്ട് വേണമെന്ന് അറിയാൻ നമുക്ക് ലിയോ ഒന്ന് അനലൈസ് ചെയ്ത് നോക്കണം. എന്നാലേ എന്തുകൊണ്ട് ലിയോ വിജയുടെ കരിയറിലെ ബെസ്റ്റ് ഫെയർവെൽ ഫിലിമായിട്ട് മാറുന്നു എന്നും അറിയണം. ഇന്ന് അനലൈസ് ചെയ്ത് നോക്കിയാലേ ലിയോ ഇതൊരു ആക്ഷൻ ത്രില്ലർ ജേണറിൽ വരുന്ന പടമാണ്. എന്താണോ ഓഫർ ചെയ്യുന്നത് അത് വെടുപ്പായി തന്നെയാണ് പടത്തിൽ കാണിച്ചിരിക്കുന്നത്. ലിയോയുടെ സ്റ്റോറി അനലൈസിങ്. ഇതിന്റെ സ്റ്റോറി ഒരു ക്ലീശേ ടിപ്പിക്കൽ ഫോർമാറ്റ് സ്റ്റോറിയാണ്. ലോകത്തിലുള്ള എല്ലാ ഭാഷയിലുള്ള ഗാങ്സ്റ്റർ മൂവിക്കും ഈ ഒരു സ്റ്റോറി ഉണ്ടാവും എന്നാണ് പറയപ്പെടുന്നത്. കാരണം മിസ്റ്ററി വയലൻസ് എന്ന് പറയുന്ന കോമിക്ക് ഒരുപാട് ഗാങ്സ്റ്റർ സ്റ്റോറിക്ക് ഇൻസ്പിറേഷനാണ്. ഓരോരുത്തരും അവരുടെ രീതിയിൽ എടുക്കുമെന്ന് മാത്രമേ ഉള്ളൂ. ലിയോ ഹിസ്റ്ററി വയലൻസ് സ്റ്റോറിയെ ലോക്കിയുടെ രീതിയിൽ എടുത്തു എന്നുള്ളൂ. ലിയോയുടെ തുടക്കം തന്നെ വളരെ അടിപൊളിയ സീനാണ്. ഒരു ഇംഗ്ലീഷ് പടം എന്ന രീതിയിലുള്ള തുടക്കം, ഒരു കൂട്ടം സൈക്കോ ഗാങ്സ് ഒരു വീട് ആക്രമിച്ച് കഴിഞ്ഞുള്ള സീന്, ഒരു ഹൊറർ വൈബ് തന്നെയാണ് തുടക്കം സൃഷ്ടിക്കുന്നത്. അതിനുശേഷം വരുന്ന വിജയുടെ ഇൻട്രോ സീന്, എന്താണോ കഥയ്ക്ക് വേണ്ടത് അത് കറക്റ്റായ ഫോളോ ചെയ്തൊരു ഇൻട്രോ സീൻ. വിജയ്ക്ക് വേണ്ടി ഒരു മാസ് ഇൻട്രോയോ ഫാൻസിന് വേണ്ടി ഒരു സെലിബ്രേഷൻ സീനോ ഒന്നും വെക്കാതെ വളരെ നീറ്റായ ഐറ്റം. ആ സീൻ കഴിഞ്ഞ് വന്ന ഐന അറ്റാക്ക് സീന്, ഒരു അനിമൽ വ്യൂ സീൻ ഇത്രയും പെർഫെക്റ്റ് ആക്കി ഒരു തമിഴ് പടം കാണില്ല. തുടക്കം തന്നെ വൻ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. പിന്നെ വന്ന വിജയുടെ ടൈറ്റിൽ കാർഡ്. ഒരു സിനിമയിലും ഒരു നടനും ഇത്രയ്ക്ക് പീക്കായിട്ടുള്ള ടൈറ്റിൽ കാർഡ് കിട്ടിക്കാണില്ല. ആ ടൈറ്റിൽ കാർഡിന് ഒരാൾ പോലും തിയേറ്ററിൽ ഇരുന്ന് കാണില്ല. കാരണം ആരും എക്സ്പെക്ട് ചെയ്തില്ല അങ്ങനെ ഒരു ടൈറ്റിൽ കാർഡ് ആ പടത്തിൽ ഇത്രയും പെട്ടെന്ന് വരുമെന്ന്. അതെന്തായാലും കിട്ടു സാധനമായിരുന്നു. പിന്നെ വിജയുടെ ഫാമിലി ആയിട്ടുള്ള ബോണ്ടിങ് കാണിച്ചുകൊണ്ടിരിക്കുമ്പോൾ അത് ഓഡിയൻസിനോട് ഈസി ആയി തന്നെ കണക്ട് ചെയ്യുന്നുണ്ട്. പിന്നെ കാസ്റ്റിങ്ങും ഫാമിലിക്കുള്ള അടിപൊളിയായിരുന്നു. അങ്ങനെ വളരെ പതുക്കെയാണ് സ്റ്റോറിയും ക്യാരക്ടറും ബിൽഡ് ചെയ്ത് കൊണ്ടുവരുന്നത്. പിന്നെ ഈ പടത്തിൻ്റെ മെയിൻ പോയിന്റ് വരുന്നത് ആ ഫസ്റ്റ് ജോയിൻ്റെ സൈക്കോ ഗാങ് ലിയോയുടെ നാട്ടിൽ വരുമ്പോഴാണ്. പിന്നെ പടന്ന ഗ്രാഫ് മേലോട്ടാണ്. വൺ ത്രില്ലിംഗ് ആയിരുന്നു. പിന്നീട് സൈക്കോ ഗാങ് ലിയോയുടെ കോഫി ഷോപ്പിൽ വന്ന് പ്രശ്നമുണ്ടാക്കി അവിടെ നടക്കുന്ന ഒരു ഫൈറ്റ് സീനുണ്ട്. ഈ സിനിമയിൽ നിന്നല്ല, ഹോളിവുഡ് ഇൻഡസ്ട്രിയിൽ തന്നെ ടോപ്പ് ഫൈറ്റ് സീക്വൻസ് ആണ്. എ സർട്ടിഫിക്കറ്റ് അല്ലാത്തത് കൊണ്ട് തന്നെ ഒരുപാട് വയലൻസ് ഉൾപ്പെടുത്തിയില്ല എന്നേ ഉള്ളൂ. പക്ക ഒരു ഇന്തോനേഷ്യൻ മൂവി ഫൈറ്റിംഗ് സ്റ്റൈലായിരുന്നു ആ പടത്തിന് വെച്ചിട്ടുണ്ടായിരുന്നത്. കിഡിലായിരുന്നു, കിഡിലും തിയേറ്റർ എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ ഒരു റെട്രോ സോങ് കൊണ്ട് വരുമ്പോൾ തന്നെ അത് വേറെ ലെവലായിരുന്നിട്ടാണ് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയത്. പിന്നീട് ഒരു ടെൻഷനാണ് ഈ പടം ക്രിയേറ്റ് ചെയ്യുന്നത്. ഐ ആം സ്കേർഡ് സോങ്സ് പ്ലേസ് ചെയ്ത വിധവും ആ സോങ്ങിൽ കാണുന്ന ഷോർട്സും പീക്ക് ഐറ്റംസ് ആണ്. പിന്നെ വന്ന കുതിരകളിൽ വരുന്ന ഫൈറ്റ് സീക്വൻസും എന്താ പറയുക, അതൊക്കെ കണ്ടപ്പോൾ പുള്ളി വേറെ ലെവൽ പടമാകുമെന്ന് ബിൽഡപ്പിലാണ് പടം പോകുന്നത്. അടുത്തതായിട്ട് വരുന്ന പോലീസ് സ്റ്റേഷൻ സീനും ആ ക്യാരക്ടർ കൊടുക്കുന്ന ഓർഗാനിക് എലമെന്റ് സീനൊക്കെ ഉണ്ട്. ലോക്കി ആ സീനൊക്കെ ബ്രില്യൻ്റ് ആയിട്ടാണ് ആ സീൻ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അവിടെ തന്നെ ആ ക്യാരക്ടർ എന്താണ് വിജയുടെ ഒന്ന് കാണിക്കുന്ന സീൻ. കാരണം അത്രയും പോലീസുകാർ തടയാൻ നോക്കിയിട്ടും ഒരു പോലീസുകാരനെ പിടിച്ചുകൊണ്ട് പോകുന്ന സീനും കിട്ടുകയാണ്. ആർക്കും തൊടാനും തടയാനോ പിടിച്ചു മാറ്റാനോ പറ്റാൻ അത്രയും പവർഫുൾ ക്യാരക്ടറാണെന്നാണ് അത് തന്നെ വ്യക്തമാക്കുന്നത്. പിന്നീട് NC യൂണിവേഴ്സായി കണക്ഷനായി വരുന്ന തമിഴ്നാട്ടിൽ നിന്നൊരു പോലീസ് വരുമെന്ന് പറഞ്ഞ് കരിയർ നെപ്പോളിയൻ കൊണ്ടുവന്നിരിക്കുന്ന സീന് ഒരു ബിഗ് ആക്ടറിന് ഫസ്റ്റ് കാണുമ്പോൾ എന്താണ് ഉണ്ടാവുക, തിയേറ്ററിൽ ആ ലെവൽ റെസ്പോൺസ് ആയിരുന്നു നെപ്പോളിയൻ സീനിന്. ഈ പടത്തിന് ഏറ്റവും പീക്ക് സീനായിട്ട് തോന്നിയത് ഇന്റർവെൽ സീൻ. ആ ഫ്രെയിം പൊട്ടുന്ന സീനും ബാഡാ സോങ് പ്ലേസ് ചെയ്ത വിധവും തിയേറ്റർ എക്സ്പീരിയൻസ് അമ്മാതിരിയായിട്ടായിരുന്നു. ഒരു വിജയ് പടത്തിന് ഇത്രയ്ക്ക് അടിപൊളി സീൻ കിട്ടുമോ എന്ന് ഞാൻ സംശയമാണ്. പേഴ്സണലി തിയേറ്ററിൽ കണ്ട് നെറ്റിയ ഒരു ഇന്റർവ്യൂ സീനാണ് ഇത്. പിന്നീട് സെക്കൻഡ് ഹാഫിൽ ആന്റണിയാസ് ഇൻട്രോ സീനും വിജയ് തൃശ്ശയിലുള്ള ഇമോഷൻ സീനും അയിനിയുടെ സെക്കൻഡ് ഇൻട്രോവും ക്ലൈമാക്സ് ഫൈറ്റും വിക്രം ഫോൺ കോൾസിനൊക്കെ എനിക്ക് നന്നായി തന്നെ വർക്ക് ആയിട്ടുണ്ട്. ബാക്കി സെക്കൻഡ് ഹാഫുള്ള കാര്യങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് നെഗറ്റീവ് സെക്ഷനിൽ പറയാം. നെക്സ്റ്റ് സെക്ഷൻ ക്യാരക്ടർ അനലൈസ്. ഒരുപാട് നല്ല ക്യാരക്ടേഴ്സ് ഈ പടത്തിലുണ്ട്. പാർത്ഥിബിൻ്റെ ക്യാരക്ടർ വിജയുടെ കരിയറിൽ തന്നെ വൺ ഓഫ് ദ ബെസ്റ്റ് ക്യാരക്ടർ എന്ന് പറയാം. യാതൊരുവിധ ക്ലീശ എലമെൻറ്റും ഇല്ലാണ്ട് വളരെ അടിപൊളിയായി ഒരു ഡാർക്കായുള്ള വയലൻ്റ് ആയിട്ടുള്ള ക്യാരക്ടർ. ലോകേഷ് ഈ പടത്തിന് സ്ക്രിപ്റ്റിനേക്കാളും പാർത്ഥിബിൻ്റെ ക്യാരക്ടറാണ് റൈറ്റിംഗ് കൂടുതൽ ചെയ്തിരിക്കുന്നത്. നടത്തത്തിലും ഓട്ടത്തിലും ഡയലോഗ് ഡെലിവറിൽ പോലും വളരെ ഡിഫറെൻ്റ് അപ്രോച്ചാണ് ഈ ക്യാരക്ടറിന്. ഈ പടത്തിൻ്റെ 100% പീക്കിൽ എത്തിക്കുന്നത് ഈ ക്യാരക്ടറാണ്. പിന്നെ സൈക്കോ ആയിട്ട് വരുന്ന സാൻഡി മാസ്റ്റർ ക്യാരക്ടറും സൂപ്പറായിരുന്നു. നല്ല പെർഫോമൻസ് ആണ് കാണിച്ചത്. മിസ്കിങ് ക്യാരക്ടർ ആയാലും കുറച്ച് നേരം ഉള്ളുവെങ്കിലും വൻ കിടുവായിരുന്നു. തൃഷ, മാരി തോമസ്, ഗൗതം വാസുദേവൻ, നെപ്പോളിയൻ ക്യാരക്ടേഴ്സൊക്കെ പടത്തിൽ നല്ല ക്യാരക്ടർ സ്പേസ് ഉള്ള ക്യാരക്ടറായിട്ടാണ് തോന്നിയിരിക്കുന്നത്. നെപ്പോളിയൻ്റെ ക്യാരക്ടർ മാത്രം ഫസ്റ്റ് ഹാഫിൽ ഇഷ്ടപ്പെട്ടുവെങ്കിലും സെക്കൻഡ് ഹാഫിൽ ഒരു ഡെമ്മി പീസ് പോലെയാണ് തോന്നിയത്. കാരണം ഒന്നിനും കൊള്ളാത്ത പോലെ വെറുതെ അങ്ങോട്ട് നടക്കാമെന്ന് മാത്രമല്ല വലിയ സീനൊന്നും പിന്നെ കൊടുത്തിട്ടില്ല. പിന്നെ വീട്ടിൽ വരുന്ന ഫൈറ്റ് മാത്രം കുറച്ചൊന്നും അയ്യായിരുന്നുള്ളൂ. അല്ലാതെ ബെഗ് സീനൊന്നും ഈ പടത്തിൽ കൊടുത്തിട്ടില്ല.
പക്ഷേ വില്ലന്മാരായി വന്ന അർജുനും സഞ്ജയ് ദത്തും ക്യാരക്ടർ റൈറ്റിംഗ് അത് നന്നായി തോന്നിയില്ല. കുറച്ച് വീക്കായിരുന്നു ഇവരുടെ ക്യാരക്ടേഴ്സ്. പിന്നെ വിജയുടെ ക്യാരക്ടർ തന്നെ ആയ ഈ പടത്തിൻ്റെ ഏറ്റവും ഹൈപ്പ് കയറിയ ക്യാരക്ടർ ലിയോ ദാസും റൈറ്റിങ്ങിൽ വീക്കായി പോയി. നല്ല പെർഫോമൻസ് ഒക്കെ ഉണ്ടെങ്കിലും പ്രതീക്ഷ ലെവൽ വന്നില്ല. ക്യാമിയായിട്ട് വന്ന അന്വയ കാഴ്ചപ്പം ചോദിക്കുക പക്ഷെ അത് അയാൾ തന്നെ ഈ ലോകേഷ് മൂവിയിൽ മരിക്കണം എന്ന് പറഞ്ഞ് എനിക്ക് നേരെ കയറി ചെന്നതാണ്. ആ പടത്തിൽ തന്നെ നീ കേട്ട് വാങ്ങിയ ഡയലോഗും കൂടി പറഞ്ഞു കൊള്ളുന്നുണ്ട്. അപ്പോൾ പറഞ്ഞിട്ടാണ് കൊല്ലുന്നത്. അത് നല്ല കാര്യമാണ്. പക്ഷെ പലർക്കും ഇഷ്ടപ്പെട്ടില്ലെന്ന് പറഞ്ഞു. അന്വയ കാഴ്ചപ്പ് വേണം ചെയ്ത സീനാണ്, അല്ലാതെ ലോകേഷ് വിളിച്ചു വരുത്തി ചെയ്യിപ്പിച്ചല്ല. നെക്സ്റ്റ് ഇതിൻ്റെ ക്യാമറ വർക്ക് അനലൈസിസ്. തിയേറ്റർ എക്സ്പീരിയൻസിന് വേണ്ടി മികച്ചൊരു വർക്കാണ് മനോജ് പരങ്ങാമസ ഈ പടത്തിലുള്ളത്. പ്രത്യേകിച്ച് കാശ്മീർ പോർഷനിലുള്ള ഫ്രെയിംസൊക്കെ ഒരു ഹോളിവുഡ് ടച്ച് കൊണ്ടുവരും പരമാവധി ശ്രമിച്ചിട്ടുണ്ട്. ഓരോ ഫ്രെയിമിനും സ്ക്രീൻഷോട്ട് എടുത്താൽ പോലും അത്രയും ക്വാളിറ്റി ആയിട്ടുള്ള സിനിമാറ്റോഗ്രാഫിയാണ് ഇതിലുള്ളത്. ഇതിൽ ഒരുപാട് ക്യാമറ ഗിമിക്സ് ഒക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. അതൊക്കെ കീടുന്നതായിരുന്നു. നെക്സ്റ്റ് സോങ് മ്യൂസിക് വർക്ക് അനലൈസ്. ആകെ കുറച്ച് സോങ്സേ ഉള്ളൂ, ഒരു ഡാൻസ് സോങ്ങേ ഇതിലുള്ളൂ. ഇതിലെല്ലാ പാട്ടും അടിപൊളിയാണ്. പ്ലേസ്മെൻറ്റ് അടക്കം നൈസാണ്. അനിയുടെ BGM വർക്കും ഒരു ഇംഗ്ലീഷ് പടത്തിനുള്ള പോലെയാണ് വർക്ക് ചെയ്തിരിക്കുന്നത്. നാരേറ്റ് സോങ്ങിൻ്റെ തിയേറ്റർ എക്സ്പീരിയൻസ് കിട്ടുമായിട്ട് തന്നെയാണ് തോന്നിയത്. ലാസ്റ്റായിട്ട് ഇത് നെഗറ്റീവ്സ്. സെക്കൻഡ് ഹാഫ് ഒരുപാട് ഇടങ്ങളിൽ വൻ ഡൗൺ ആണ്. ആൻ്റണി ദാസും അരോൾ ദാസും ക്യാരക്ടർ റൈറ്റിംഗ് വീക്കായത് തന്നെ പ്രശ്നമായി വന്നത്. ഒരു അപ്പ് ആൻഡ് ഡൗൺ ആണ് ഇതിന് സെക്കൻഡ് ഹാഫ്. ചിലയിടത്ത് നന്നാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇതിന് നെഗറ്റീവ് ഫ്ലാഷ് ബാക്ക് സീനാണ്. ഗെയിം ഓഫ് ത്രോൺസിലെ റെഡ് വെഡിങ് സ്റ്റൈൽ പിടിക്കാൻ നോക്കിയതാണ്, എങ്കിലും ഒട്ടും അങ്ങോട്ട് ശരിയായില്ല എന്ന് തന്നെ പറയാം. അത് ഫേക്ക് സീനാണെങ്കിൽ പോലും നമ്മൾ ഫസ്റ്റ് പടത്തിൽ കാണുന്നത് ആ സീനാണല്ലോ. വെറും 1 ഡേ സീനൊക്കെയാണ് ഫ്ലാഷ് ബാക്കിലേക്ക് വെച്ചിരിക്കുന്നത്. കുറച്ചൊരു ഹൊറർ വൈബിൽ ഗെയിം ഓഫ് ത്രോൺസ് സീരീസ് ഉള്ള പോലെ തന്നെ പിടിച്ചെടുത്തിരുന്നെങ്കിൽ നന്നായിട്ട് ഉണ്ടാകുമായിരുന്നു. കുറച്ച് പോരായ്മകൾ ഉണ്ടെങ്കിലും ലിയോ ഒന്ന് കിടിലൻ മൂവി തന്നെയാണ്. ഇപ്പോൾ മനസ്സിലായി കാണും എന്തുകൊണ്ട് ലിയോ വിജയുടെ ബെസ്റ്റ് ഫെയർവെൽ ഫിലിം ആവുന്നെന്ന്. ലാസ്റ്റ് നല്ലൊരു വിജയപടം അത് ലിയോ തന്നെയാണ്, അതിന് യാതൊരു സംശയവുമില്ല. ഇത്രയ്ക്കും അടിപൊളി സംഭവങ്ങൾ, പീക്ക് ടൈറ്റിൽ കാർഡ്, പീക്ക് വിജയ് ക്യാരക്ടർ, പീക്ക് ഇൻ്റർവൽ സീന്, പീക്ക് ഫൈറ്റ് സീന്, ഇങ്ങനത്തെ സംഭവങ്ങളൊന്നും തന്നെ ജനനായകൻ കാണില്ല എന്ന് ഉറപ്പാണ്. അതുകൊണ്ട് ബെസ്റ്റ് ഫെയർവെൽ ഫിലിം വിജയുടെ ലിയോ ആണ്. അപ്പോൾ ലിയോ 2 എന്തുകൊണ്ട് വേണമെന്ന് ചോദിച്ചാൽ ഇത്രയും അടിപൊളിയായ ഒരു ക്യാരക്ടറും ഇത്രയും അത്യാവശ്യം നല്ലൊരു പാഠവും കിട്ടിയിട്ട് അതിന് സെക്കൻഡ് പാർട്ട് വേണമെന്ന് ഫാൻസ് ആയെങ്കിൽ തെറ്റില്ല. പിന്നെ എൽസിൻ്റെ കണക്ഷനും ഈ ക്യാരക്ടർ വീണ്ടും എൽസിൻ്റെ മെയിൻ പ്ലോട്ടിലോട്ട് വരുമ്പോൾ എന്തൊക്കെ സംഭവിക്കും, ലിയോ റോളക്സായിട്ട് മീറ്റ് ചെയ്യുമോ, ലിയോ ദില്ലിയായിട്ട് മീറ്റ് ചെയ്യുമോ, ലിയോ വിക്രമായിട്ട് മീറ്റ് ചെയ്യുമെന്നൊക്കെ അറിയാനുള്ളൊരു ആകാംക്ഷ എപ്പോഴും ഉണ്ട്. അതുകൊണ്ട് തന്നെ ലിയോ 2 വേണമെന്ന് തന്നെയാണ് എല്ലാവരും പറയുന്നത്. ലിയോ 2 മോസ്റ്റ് ഹൈപ്പഡ് കോളിവുഡ് ഫിലിം ഒന്നും കൂടിയാണ്. വരുമോ എന്ന് നമുക്ക് ഇപ്പോഴും ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. പക്ഷെ വന്നാൽ അത് വേറെ ലെവലായിരിക്കും, വൻ ഹൈപ്പുമായിരിക്കും ആ പടത്തിന്. അപ്പോൾ ഇതൊക്കെ കൊണ്ടാണ് ലിയോ 2 വേണമെന്ന് ഫാൻസ് പറയുന്നത്. ആ ക്യാരക്ടർ നല്ലൊരു ഓഡിയൻസിന് വർക്കായിട്ടുണ്ട്. എല്ലാതരം ഓഡിയൻസിനും ആ ക്യാരക്ടർ പാർത്ഥിപൻ്റെ ക്യാരക്ടർ വർക്കായിട്ടുണ്ട്. അപ്പോൾ ലിയോ 2 വേണമെന്ന് ആഗ്രഹമുള്ളൂ. അപ്പോൾ എന്തെങ്കിലും നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് ഇതിനെക്കുറിച്ച് തോന്നുന്നത് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതുപോലെ വേറൊരു വിജയപടം ഏതാണ് അനലൈസ് ചെയ്യണമെന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ പിന്നെന്താ, സബ്സ്ക്രൈബ് തീർച്ചയായും ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്കിനി കാണാം.